എല്ലാവർക്കും നമസ്കാരം. കർത്താവ് നമ്മളെ ശോധന ചെയ്യുമ്പോൾ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്, നമ്മൾ നമുക്ക് ചെയ്യാൻ ഇച്ഛിക്കുന്നത് മറ്റുള്ളവർക്കും ചെയ്യുവിനെന്ന്. അപരനോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് ഒന്ന് സ്വയം ചോദിച്ചേ. നമ്മിൽ തിരുത്തേണ്ടതായ പല ഭാവങ്ങളുമുണ്ട്. കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു ഭക്തൻ എഴുതുന്നു, നോ മാറ്റർ ഹൗ റിച്ച്, ടാലന്റഡ് ഓർ ഗ്രേറ്റ് യു തിങ്ക് യു ആർ, ഹൗ യു ട്രീറ്റ് പീപ്പിൾ അൾട്ടിമേറ്റ്ലി ടെൽസ് ഓൾ. നീ ധനവാനാണെന്നോ, നീ മഹാനാണെന്നോ, നീ എത്ര കഴിവുള്ളവനാണെന്നോ ഒന്നുമല്ല പ്രധാനം. മറ്റുള്ളവരെ നീ ട്രീറ്റ് ചെയ്യുമ്പോൾ നീ വിശദീകരിക്കുന്നത് നീ ആരാണ് എന്നുള്ളതാണ്. ഈ ലോകത്ത് നമ്മളെ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സൃഷ്ടിയായ നമ്മളെക്കുറിച്ച് കർത്താവിന് ആഗ്രഹം മറ്റുള്ളവരോട് നമ്മൾ ഇടപെടുമ്പോൾ ഹൃദ്യമായി പെരുമാറണമെന്ന്. ജാപ്പനീസ് എഴുത്തുകാരനായ ഹരുക്കി മുറേക്കാമി എഴുതുന്നു, ലൈഫ് ഈസ് എ ലോട്ട് മോർ ഫ്രജൈൽ ദാൻ വി തിങ്ക്, സോ യു ഷുഡ് ട്രീറ്റ് അതേഴ്സ് ഇൻ എ വേ ദാറ്റ് ലീവ്സ് നോ റിഗ്രറ്റ്സ്, ഫെയർലി ആൻഡ് ഇഫ് പോസിബിൾ സിൻസിയർലി. നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ദുർബലമാണ്. ഒന്ന് തട്ടിയാൽ മതി വീണുടയാൻ. അത്രത്തോളം ദുർബലമായ ഒരു ജീവിതം കൊണ്ട് എന്ത് വിസ്മയമാണ് ഈ ലോകത്ത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത്. അത് മറ്റൊന്നുമല്ല, എല്ലാവരോടും നന്നായി പെരുമാറുക എന്നതാണ്. അത് ഖേദത്തോടായിരിക്കരുത്. ഏറ്റവും ഭംഗിയായി, ഏറ്റവും ആത്മാർത്ഥമായി അത് ചെയ്യേണ്ടവരാണ് നാം. ഇത്ര കാലത്ത് നമ്മുടെ ജീവിതത്തിനിടയിൽ അങ്ങനെയുള്ള പെരുമാറ്റങ്ങളിൽ എത്ര വീഴ്ചകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. കർത്താവേ, അത് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. അവയെ ഒന്ന് തിരുത്തി ഞങ്ങളെ തന്നെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ളൊരു അവസരം കൂടിയാണിത്. നന്നായി പെരുമാറാനുള്ള കൃപ തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ കുറിക്കുന്നത്, ഇഫ് യു ഹാവ് ദ power to make someone happy today, do it. The world need more of that. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഈ ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. കർത്താവ് തൻ്റെ അടുത്ത് വന്നവരെ ട്രീറ്റ് ചെയ്ത് എങ്ങനെയാ? ആ ശമരിയക്കാരൻ വീണ് കിടക്കുന്നവനെ ട്രീറ്റ് ചെയ്യുന്ന ഉപമയിലൂടെ അവൻ നമ്മളെ പഠിപ്പിച്ചു നന്നായി പെരുമാറാൻ. തൻ്റെ മുൻപിലിരിക്കുന്നവരുടെ വിശപ്പ് തിരിച്ചറിഞ്ഞ് ഭക്ഷിക്കാൻ കൊടുക്കുമ്പോൾ അവൻ നമ്മെ പഠിപ്പിക്കുന്നു നന്നായി പെരുമാറാൻ. ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് പൊറുക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മെ ഓർപ്പിക്കുന്നു നന്നായി പെരുമാറാൻ. രോഗികൾക്ക് സൗഖ്യദായകമായ ഒരു തലമൊരുക്കുമ്പോൾ അവൻ നമ്മെ പഠിപ്പിക്കുന്നു മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ. അങ്ങനെ ജീവിതത്തിൻ്റെ വഴികളിൽ എത്രയോ സന്ദർഭങ്ങളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നീ നന്നായി ഇടപെടണമെന്ന്. കർത്താവേ, നന്നായി പെരുമാറാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്താം. കർത്താവേ, കരുണ തോന്നണമേ. എല്ലാറ്റിനുമായി സ്തോത്രം, എല്ലാറ്റിനുമായി യേശുവേ നന്ദി. പ്രത്യേകിച്ച് ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഹൃദ്യമായി ഇടപെടുവാനുള്ള കൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ. വിശാലമായൊരു മനസ്സ് ഞങ്ങൾക്ക് ലഭിക്കണമേ. കർത്താവേ, അവരനെ അവനായിരിക്കുന്ന തലത്തിൽ മനസ്സിലാക്കാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് പകരണമേ. കർത്താവ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സന്തോഷപൂർവവും നീതിപൂർവവുമായ ഇടപെടലാണല്ലോ.
അത്തരം കാര്യങ്ങളിൽ അത് നന്നായി പൂർത്തീകരിക്കുവാൻ ഈ ജീവിതം മുഖാന്തരമാകണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.